വചനസാരം വചനസാരം. ഈശോയുടെ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ശിഷ്യന്മാരെ വിളിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ വിശ്വാസമുണ്ട്, സ്ഥിരോത്സാഹമുണ്ട്, ഉയർന്ന തലത്തിലുള്ള വിളിയുണ്ട്. ഒളിമ്പിക്സും ഈ ഒരു തീമിന് സമാന്തരമായി ഉൾച്ചേർന്നിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഒളിമ്പിക് ഗെയിംസ് അതിൻ്റെ രൂപീകരണ വർഷങ്ങളായിരുന്നു. സാവധാനം മികവിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആഗോള പ്രതീകമായി അത് മാറി. ലോകമെമ്പാടുമുള്ള അത്ലറ്റുകൾ മത്സരിക്കാൻ മാത്രമല്ല, തങ്ങൾക്കപ്പുറമുള്ള ലക്ഷ്യം കണ്ടെത്താനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിയ ശിഷ്യന്മാരെ പോലെ ആകാനും ഒരുപാട് പേർക്ക് കഴിഞ്ഞല്ലേ. അത്തരത്തിലുള്ള ഒരു കായിക താരമാണ് സ്കോട്ടിഷ് റണ്ണറായ എറിക് ലിഡൽ. പിന്നീട് ചാരിയറ്റ്സ് ഓഫ് ഫയർ എന്ന സിനിമയിൽ അദ്ദേഹം അനശ്വരനായി മാറി. 1924 ലിഡൽ തൻ്റെ കായിക ജീവിതത്തിൻ്റെ ഉന്നതിയിലായിരുന്നു. പാരീസ് ഒളിമ്പിക്സിനായി വിശ്രമമില്ലാതെ പരിശീലനം നടത്തി. അവിശ്വസനീയമായ വേഗതയ്ക്കും അചഞ്ചലമായ വിശ്വാസത്തിനും പേരുകേട്ട ഗെയിംസിലേക്കുള്ള ലിഡലിൻ്റെ യാത്ര യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതിൻ്റെ കഥയെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലായിരുന്നു. യേശു ഗലീലി കടലിലൂടെ നടക്കുകയും മത്സ്യത്തൊഴിലാളികളോട് തന്നെ അനുഗമിക്കാൻ പറയുകയും ചെയ്തതുപോലെ എറിക് ലിഡൽ ഒളിമ്പിക് സ്വർണം നേടുന്നതിനപ്പുറത്തുള്ള ഉന്നതിയിലേക്ക് വിളിക്കപ്പെട്ടു. പീറ്ററിനെ ബോട്ടിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ നടക്കാൻ പ്രേരിപ്പിച്ച അതേ വിശ്വാസത്തോടെയാണ് ലിഡലും ഓടിയത്. ഒരുപാട് പ്രതിസന്ധികളും പ്രതിബന്ധങ്ങൾക്കുമെതിരെ എറിക് ലിഡൽ സ്വർണ്ണ മെഡൽ നേടിയെന്നേ. ഒരു പുതിയ ലോക റെക്കോർഡ് അദ്ദേഹത്തിൻ്റെ പേരിലും സ്വന്തമാക്കി. അദ്ദേഹത്തിൻ്റെ വിജയം അദ്ദേഹത്തിൻ്റെ കായിക ശേഷിയുടെ മാത്രമല്ല, ത്യാഗം ആവശ്യമായി വരുമ്പോഴും ഒരാളുടെ വിളി പിന്തുടരുന്നത് അഗാധമായ പ്രതിഫലനങ്ങളിലേക്ക് നയിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ തെളിവായിരുന്നു. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാരെ പോലെ ലിഡലിൻ്റെ കഥയും ഒളിമ്പിക്സിൽ അവസാനിച്ചിട്ടില്ല. ശിഷ്യന്മാർ യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിച്ചതുപോലെ തൻ്റെ ജീവിതം മറ്റുള്ളവർക്കായി സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചൈനയിൽ ഒരു മിഷണറിയായി സേവനമനുഷ്ഠിച്ചു. സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, യേശു തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മളും അവൻ്റെ വിളിക്ക് ശിഷ്യന്മാരെ പോലെ കാതോർത്തവരാണ്, ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷേ എവിടെയോ എപ്പോഴോ നമ്മൾ ജീവിതത്തിൽ വീണുപോയി, തോറ്റുപോയി. ജീവിതം വച്ചു നീട്ടിയ കൃപകളോട് ആത്മാർത്ഥതയോടെ നമുക്ക് പെരുമാറാനായിട്ട് സാധിക്കാതെ പോയി. തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചതുപോലെ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ വിളിക്ക് യോഗ്യരാക്കി തീർത്തത്. അത് പല വിധത്തിലെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ വിളിയുടെയും ലക്ഷ്യമെന്നത് സ്വന്തം ഉന്നമനമല്ല, മറിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുക എന്ന ദൗത്യവും കൂടിയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളിയോട് വിശ്വസ്തരായിരിക്കുവാനും അതിലൂടെ ഈശോയെ പ്രഘോഷിക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.